നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാരമാണ് കടന്നുപോയത്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് വലിയ തോതിൽ ആഹ്ലാദം പകരുന്ന ചില പ്രഖ്യാപനങ്ങൾ, ചില വാർത്തകൾ ഈ വാരം പുറത്തുവന്നു. വിപണിയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാകുന്നതും ഈ വാരത്തിൽ നമ്മൾ കണ്ടു. 5278 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. സെൻസെക്സ് 17401 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മാർക്കറ്റ് വാച്ചിൽ വിപണിയിലെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സമാന കത്തുകൾക്ക് ഇത്തരം മറുപടി നൽകിയതും ശ്രദ്ധിക്കുമല്ലോ. 17401 എന്ന ലെവലിലാണ് സെൻസെക്സിൻ്റെ ക്ലോസിംഗ് ഉണ്ടായത്. വെള്ളിയാഴ്ചയും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഉണ്ടായത്. നിരവധി ഘടകങ്ങൾ ഈ വിപണിയുടെ ഈ മുന്നേറ്റത്തിന് കാരണമുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, എന്തുകൊണ്ടാണ് ആ വിപണിയിൽ ഈ മികച്ച ഒരു മുന്നേറ്റം ഉണ്ടായത്? എന്തൊക്കെ ഘടകങ്ങൾ ഇതിന് കാരണമായി? ഈ ഒരു റാലി മാർക്കറ്റ് പ്രതീക്ഷിച്ചു തന്നെയാണ്. ഇതിൻ്റെ ഒരു സൂചന ലാസ്റ്റ് വീക്ക് നമ്മൾ നൽകിയിരുന്നു. ഈ ഒരു റാലിക്ക് പ്രധാന റീസൺ ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനിലും ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിലും ഉണ്ടായ ചേഞ്ചസ് തന്നെയായിരുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള പല അനൗൺസ്മെൻറ്റുകളും ഈ ഒരു റാലിക്ക് കാരണമായി. ഒന്ന്, ഫ്രൈഡേ ആണ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടായത്. അതിൻ്റെ ഒരു റീസൺ യൂറോപ്പിനെ രക്ഷപ്പെടുത്താനായി, യൂറോപ്പിലുണ്ടായിരിക്കുന്ന ക്രൈസിസ്, ഇറ്റലിയിലും സ്പെയിനിലും ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് ഓവർകം ചെയ്യാനായിട്ട് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്ത ചില ന്യൂസുകൾ, ചില പോളിസികളാണ് പ്രധാനമായിട്ട് ഈ റാലിക്ക് ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്പ് മാർക്കറ്റിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിന് കാരണമായി. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായി. അതുപോലെ ഗാറിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാരിഫിക്കേഷൻസ് ഗാറിനെക്കുറിച്ച് വന്നു. 2013 ഏപ്രിൽ 1 ഓൺവേർഡ്സ് മാത്രമേ ഈ ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നുള്ള ക്ലാരിഫിക്കേഷൻസ് വന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തു, റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമുണ്ടായി. ഈ റാലിയുടെ ഈ ഫ്രൈഡേ ഇത്രത്തോളം ഷാർപ്പായുള്ള റിക്കവറിക്കുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, പ്രണബ് മുഖർജി ഫിനാൻസ് മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആ സ്ഥാനം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള ഏതെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായിട്ടും മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നെക്സ്റ്റ് വീക്ക് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യാനിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ എക്കണോമിക് പോളിസികളായിരിക്കാം. അതിനിൽ വലിയ പ്രതീക്ഷ മാർക്കറ്റ് വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് പ്രധാന റീസൺ. അതുകൊണ്ട് തന്നെയാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി മാർക്കറ്റിലുണ്ടായത്. നെക്സ്റ്റ് വീക്ക് ഏത് രീതിയിലുള്ള അനൗൺസ്മെൻ്റ് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. എന്തായാലും ഗ്ലോബൽ ന്യൂസുകളും ഇന്ത്യൻ ഇക്കണോമിക് ന്യൂസുകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവ് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ന്യൂസുകളെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന യൂറോപ്പിൽ നിന്ന് വന്ന ന്യൂസുകളും ഇന്ത്യൻ ഇക്കണോമിയിൽ നിന്ന് വന്ന ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്ത ഒരു റേറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ചാണ് നെക്സ്റ്റ് വീക്ക് എടുക്കാൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വീക്ക് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വീക്ക് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്ന പോളിസികൾക്ക് അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഫർദർ മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ധനമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി സ്ഥാനമൊഴിഞ്ഞു. അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ധനകാര്യ വകുപ്പിൻ്റെ ചുമതല പ്രധാനമന്ത്രിക്കാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ വിപണിയിൽ ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും റിസർവ് ബാങ്കിൽ നിന്നും ചില പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അതിന് അനുസൃതമായി അതിൻ്റെ തുടക്കം എന്ന നിലയിലായിരുന്നു അതിനെ കണ്ടത്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്തൊക്കെയായിരിക്കാം വിപണി അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ടും RBIയുടെ ഭാഗത്തു നിന്നുള്ള റേറ്റ് കട്ട് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാനുള്ള ചില നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് പ്രധാനമായിട്ടും വിലയിരുത്തിയത്. അപ്പോൾ അതുതന്നെയായിരിക്കും, കാരണം മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഏതെങ്കിലും തീരുമാനങ്ങളാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇക്കണോമിക് ക്രൈസിസ്, ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നതും അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടി നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഗവൺമെൻറ് എഫക്റ്റീവായിട്ട് പരിഹാരം കാണേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും മാർക്കറ്റ് വാച്ച് ഡിസ്കസ് ചെയ്തതാണ്, ഗവൺമെൻറ്റിന് എഫക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മളുടെ ഇക്കണോമിക് ക്രൈസിസ് പോകാനുള്ളൊരു കാരണം. അതുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള പല പോളിസികളും പല അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഫർദർ മൂവ്മെൻറ്റ് വരാനാണ് സാധ്യത. 5278 നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. ടെക്നിക്കലി വിപണി എങ്ങനെ കാണാം? അടുത്ത ആഴ്ചത്തെ ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും? ടെക്നിക്കലി മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞു ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. 5080 സ്റ്റോപ്പ് ലോസോടുകൂടി ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. 5200, 260,
ദെൻ ഫൈനലി 5300 എന്നുള്ളൊരു ഔട്ട്ലുക്ക് ആയിരുന്നു ലാസ്റ്റ് 1 മന്തായിട്ട് മാർക്കറ്റ് വെച്ച് നൽകിയിരുന്നത്. ഇപ്പോഴും ആ ഒരു ടെക്നിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ് വരാൻ സാധ്യത. നമ്മൾക്കറിയാം ലാസ്റ്റ് മൺഡേ 5200 ലെവൽ വരെ നിഫ്റ്റി വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ വന്നു. 5100 ലെവൽ വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിരുന്നു. ദെൻ വീണ്ടും മാർക്കറ്റിൽ ഈ ഫ്രൈഡേയോടുകൂടി വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ലഭിച്ചു. മൺഡേ മാത്രമാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ, ലാസ്റ്റ് മൺഡേ മാത്രമാണ് ഒരു കറക്ഷൻ നേരിട്ടത്. അതിൻ്റെ ഒരു റീസൺ പോലും ഗവൺമെൻറ്റിൽ നിന്നും ലാസ്റ്റ് മൺഡേ വലിയൊരു അനൗൺസ്മെൻറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എന്നാൽ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഗവൺമെൻറ് പോളിസിക്കോ ഗവൺമെൻറ്റിന് അനൗൺസ്മെൻറ്റിനോ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു 5200 നിന്ന് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ നേരിട്ടത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തു. ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ 5260 മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് പോസിറ്റീവാണ്. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5300 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ പോസിറ്റീവ് ന്യൂസുകളും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തുള്ള റേറ്റിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 5280 എന്ന് പറയുന്ന ലെവൽ ഈ ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തു. ഇനി ഫർദർ മാർക്കറ്റിന് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും പോസിറ്റീവ് ന്യൂസുകൾ ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യാനിരിക്കുന്ന ഏതെങ്കിലും നടപടികളായിരിക്കാം അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളായിരിക്കാം മാർക്കറ്റ് ഫർദർ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും ടെക്നിക്കലി 5080 തന്നെയാണ് മേജർ ഒരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. മേജർ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5000 to 5040 ആണ്. 5000 ലെവൽ ലാസ്റ്റ് വീക്ക് പറഞ്ഞതുപോലെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിപണിയിലെ ഈ വാരത്തിലെ പ്രകടനത്തെക്കുറിച്ചുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവർ എത്രത്തോളം നെറ്റ് ബൈയിങ് ഈ വാരം നടത്തി? ഈ ആഴ്ച FIS സെല്ലിംഗ് സൈഡിലാണ്. കാരണം 860 crore 4 ദിവസത്തെ ഡാറ്റ നമുക്ക് ലഭിക്കുമ്പോൾ 860 crore സെല്ലിംഗ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 428 crore ബൈയിങ് സൈഡിലാണ്. ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വ്യാഴാഴ്ച 1112 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി HSBC മൗറീഷ്യസ് കമ്പനി ആക്സിസ് ബാങ്കിലും യെസ് ബാങ്കിലുമുള്ള അവരുടെ 4.75% സ്റ്റേക്കിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്തു. അതായിരുന്നു ഒരു സിംഗിൾ ഡേ 1112 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതായിരുന്നു പ്രധാനമായിട്ടും ഈ 860 crore സെല്ലിംഗ് സൈഡിലേക്ക് FIS വരാനുള്ളൊരു റീസൺ. ഒരു സിംഗിൾ ഡേ സെല്ലിംഗ് ആണ്. 2 സ്റ്റോക്കിലാണ് പ്രധാനമായിട്ട് സെല്ലിംഗ് നടത്തിയത്. ആ 2 സ്റ്റോക്കും വ്യാഴാഴ്ച കറക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഫ്രൈഡേ വീണ്ടും ഷാർപ്പായുള്ള റിക്കവറി ലഭിച്ചു. ഇതായിരുന്നു FISൻ്റെ ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും ഈ 860 crore 2 സിംഗിൾ സ്റ്റോക്കിലൊരു സെല്ലിംഗ് ആണ്. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ആക്റ്റീവാണ്. മാർക്കറ്റ് വാച്ചിൽ ഇനി കത്തുകളാണ്. കത്തുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി കത്തുകളിലേക്ക് കടക്കാം. നിരവധി ഇമെയിലുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത മെയിലുകളാണ് എടുക്കുന്നത്. ശ്രീ നിധീഷ് കോഴിക്കോട് നിന്നും അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ ശുപാർശ പ്രകാരം മണപ്പുറം ഫിനാൻസ് 20 രൂപ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയപ്പോൾ വാങ്ങി 50,000-ഓളം സ്റ്റോക്ക് ആണ് അദ്ദേഹം വാങ്ങിയത്. മികച്ച ലാഭം ഉണ്ടാക്കി. വലിയ തിരിച്ചുവരവ് ഈ സ്റ്റോക്കിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ 36 രൂപ ലെവലിലും അദ്ദേഹം കുറേ സ്റ്റോക്കുകൾ നേരത്തെ വാങ്ങിയിരുന്നു. ആ സ്റ്റോക്ക് കൈവശം ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ മണപ്പുറത്തിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് എങ്ങനെയെന്നും ശ്രീ നിധീഷ് ചോദിക്കുന്നു. ടെക്നിക്കലി സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 29 and 24.50 2 സപ്പോർട്ട് ലെവലാണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് മണപ്പുറം ഫിനാൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്ട്രൈക്ക് എടുത്താണ് ഈ സ്റ്റോക്കിൽ ഒരു ഷാർപ്പ് റിക്കവറിക്ക് പ്രധാനമായിട്ടും കാരണമുണ്ടായത്. രണ്ടാമതായി മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻറ്റാണ്. വളരെ നല്ല ബിസിനസ് മോഡലാണ്. RBIയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില റെസ്ട്രിക്ഷൻസ് ആണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുമെന്നുള്ളതും അതുകൂടാതെ മാനേജ്മെൻറ്റിലുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു ഇത്രത്തോളം ഈ ഷാർപ്പ് ഫോളിന് കാരണമായത്. എന്തായാലും ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ബയർ റെക്കമെൻഡേഷൻസ് കൊടുത്തത്. ഇദ്ദേഹത്തിൻ്റെ ബൈയിങ് റേഞ്ച് 36 and 20, ആവറേജ് പ്രൈസ് എനിക്ക് 28 ലെവലിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇദ്ദേഹം ചെയ്യേണ്ട അടുത്തൊരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ 50% പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കാം. ടെക്നിക്കലി സ്റ്റോക്ക് ഈ ഒരു ഫർദർ മൂവ്മെൻറ്റ് മാർക്കറ്റിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 39.50 ലെവൽ വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ലെവൽ എത്തുന്നത് വരെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിൽ ഈ പോസിറ്റീവ് മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്ത് ഏതെങ്കിലും ലെവലിൽ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് ലെവൽ 29 and 24.50 ആണ് ടെക്നിക്കലി 2 സപ്പോർട്ട് ലെവലായിട്ട് മണപ്പുറം ഫിനാൻസിൽ ഹോൾഡ് ചെയ്യുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ വളരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ച സാഹചര്യത്തിൽ
മാർക്കറ്റിൽ കുറച്ചുകൂടെ ഹയർ ലെവൽ പോയതിന് ശേഷം ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. 50% പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കാം. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഫിറോസ് മോഹൻ്റെ കത്ത്. ഇന്ത്യ ഹോട്ടൽസ്, മാരുതി സുസുക്കി, ടാറ്റ പവർ, സൺ ഫാർമ ആൻഡ് ഒപ്റ്റോ സർക്യൂട്ട് ഈ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ഹോട്ടൽ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 58 ആൻഡ് 53 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 69 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ മാരുതി, ടാറ്റ പവർ, സൺ ഫാർമ എല്ലാം ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കി റീസെൻ്റായിട്ട് കുറച്ച് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ലാസ്റ്റ് വീക്ക് 5% അടുത്ത് ബെറ്ററായി. ഇതിൻ്റെ ഒരു റീസൺ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഹോൾഡ് സ്റ്റാറ്റസിൽ നിന്നും ബൈ സ്റ്റാറ്റസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അതായിരുന്നു ഈ സ്റ്റോക്ക് കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. 1123 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 1081 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1081 ലെവലായിരിക്കും സേഫായിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. ദെൻ 1262 തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ടാറ്റ പവർ ആണ്. 96 ആൻഡ് 90 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 114 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ സൺ ഫാർമയാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 610 ആൻഡ് 550 ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 550 ആണ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 680 ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 680 ലെവൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ദെൻ ഒപ്റ്റോ സർക്യൂട്ടാണ്. 150 ആൻഡ് മെഡിക്കൽ എക്യുപ്മെൻ്റ് ഒക്കെ മാനുഫാക്ചറിങ്ങിലാണ് കമ്പനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 150 ആൻഡ് 113 ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ് ഈ സ്റ്റോക്കിൽ. 170 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ സന്തോഷ് കുമാറിൻ്റെ കത്താണ് അദ്ദേഹത്തിൻ്റെ കൈവശം. ഹാരിസൺ മലയാളം, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SR ഓയിൽ, യൂണിടെക് ഈ സ്റ്റോക്കിലാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ പല സ്റ്റോക്കുകളും വലിയ നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഏത് തരത്തിലൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി എല്ലാ സ്റ്റോക്കുകളും തന്നെ വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഇതിൽ ഹാരിസൺ മലയാളമാണ്. ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് റബ്ബർ പ്രൊഡ്യൂസറാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് ടീ മാനുഫാക്ചറാണ്. അതുപോലെ പൈനാപ്പിൾ മാനുഫാക്ചറൊക്കെ തന്നെയാണ്. 60 ആൻഡ് 49 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 2150 1870 തന്നെയാണ് ഇപ്പോഴും ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 27 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് പോവുകയാണെങ്കിൽ 27 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 27 ലെവൽ വളരെ ക്ലോസായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ദെൻ SR ഓയിലാണ്. 51 ആൻഡ് 48 ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ. SR ഓയിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്കിൽ ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലത്. 51 ആൻഡ് 48 ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ, ഈ സ്റ്റോക്കുകളെല്ലാം സെല്ല് ചെയ്തിട്ട് വേറൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അഡ്വൈസ് ചോദിച്ചിരിക്കുന്നത്. അത് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. ഇപ്പോഴത്തെ വാല്യുവേഷൻ ലോവർ ലെവലിലായതുകൊണ്ട് ഈ സ്റ്റോക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ രീതിയിലില്ല. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചെയ്യാവുന്നൊരു കാര്യം, ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കാം നല്ലത്. ദെൻ യൂണിടെക് ആണ്. 20 ആൻഡ് 18 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 2550 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കാരണം റിയാലിറ്റി സെക്ടറൊക്കെ തന്നെ ഒരു തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ എക്സിറ്റ് ചെയ്ത് മാറേണ്ട ആവശ്യമില്ല. ഈ പോർട്ട്ഫോളിയോ ഹാരിസൺ മലയാളം, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SR ഓയിൽ, യൂണിടെക് ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത് മാറേണ്ട ഒരു ആവശ്യമില്ല. മാർക്കറ്റ് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്കിൽ നിന്നും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു സെല്ലിംഗ് നടത്തി ദെൻ റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ അനിത് കുമാറിൻ്റെ കത്ത്. അദ്ദേഹം അബുദാബിയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കൈവശമുള്ള സ്റ്റോക്കുകൾ വിപ്രോ, ഇൻഫോസിസ്, കാസ്ട്രോൾ, ലുബിൻ, ദേന ബാങ്ക്, ICICI ബാങ്ക്, മണപ്പുറം ആൻഡ് ടാറ്റ മോട്ടോഴ്സ്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ വിപ്രോ ആണ്. വിപ്രോ
390 378 ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 423 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഫോസിസ് ആണ്. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്കിൽ ഇൻഫോസിസിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 2460 2400 ആണ് ഇമ്മീഡിയറ്റ് രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല. ടെക്നിക്കലി ഈ രണ്ട് ലെവൽ ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഈ രണ്ട് ലെവലുകൾ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. 2620 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അതല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് പറയുന്നത് 2620 ആണ്. ദെൻ ലൂപ്പിനാണ്. ലൂപ്പിൻ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. മേജർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 520 and 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 570 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ദേന ബാങ്ക് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 93 and 86 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 103 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്കാണ്. ICICI ബാങ്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറി ഉണ്ടായി. മാർക്കറ്റ് വെച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരുന്നു. ലാസ്റ്റ് ഫ്രൈഡേ 5% അടുത്താണ് ബെറ്റർ ആയത്. 860 and 820 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. ഇപ്പോഴത്തെ ടെക്നിക്കൽ ചാർട്ട് പ്രകാരമാണ് 860 ഒരു മേജർ സപ്പോർട്ട് ലെവലല്ല. ഒരു ഷാർപ്പ് ഫോൾ വരികയാണെങ്കിൽ 860 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകാം. ഒരു സേഫ് എൻട്രി എന്ന് പറയുന്നത് 820 ലെവലാണ്. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് ലോവർ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ചുറ്റും കാണുന്ന ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോകാനുള്ളൊരു സാധ്യത എല്ലാ മീഡിയയും വിലയിരുത്തുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരെ കറേജ് നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും മാർക്കറ്റ് വെച്ച് പറയുന്നു എപ്പോഴും ചുറ്റും നെഗറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരം. നമ്മൾക്കറിയാം 800 ബിലോ എത്രയോ പ്രാവശ്യം ICICI ബാങ്ക് ട്രേഡ് നടന്നിരുന്നു. ആ സമയത്ത് പലപ്പോഴും ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നു. ഇൻവെസ്റ്റേഴ്സ് കറേജ് കാണിക്കുന്നില്ല ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. ഇപ്പോഴത്തെ നിലയിൽ 900 അടുത്തേക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂഷൻ വളരെ ശക്തമായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ICICI ബാങ്കിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. മാർക്കറ്റ് കുറച്ചുകൂടെ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ ICICI ബാങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ ആയിരിക്കും നല്ലത്. 914 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ 800 ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് 914 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 914 ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാം. പക്ഷേ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകർ ഈ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കാം. ദെൻ ടാറ്റ മോട്ടോഴ്സാണ് ലാസ്റ്റ് വീക്ക് ഇത്രയും മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചപ്പോഴും 3% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഗ്ലോബലി ഇവരുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് വീക്കൊക്കെ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നു. എന്നാൽ ജാംഷഡ്പൂർ പ്ലാന്റ് 3 ദിവസത്തേക്ക് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടത് ഈ സ്റ്റോക്കിൽ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ് ഈ സ്റ്റോക്ക്. 229 and 217 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ബൈ അഡ്വൈസബിൾ ആണ്. 256 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഫർദർ ബൈ മാർക്കറ്റിൽ വളരെ ഷാർപ്പ് ഒരു കറക്ഷൻ വരുമ്പോൾ മാത്രമായിരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹം ഈ ഒരു മാർക്കറ്റ് റാലി കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. മാർക്കറ്റ് വാച്ചിനയിലേക്കാം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 25 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് കരിയേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. മാർക്കറ്റ് വാച്ചിന് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.